السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽ കബായിർ എന്നാൽ വൻപാപങ്ങൾ. വൻപാപങ്ങൾ എന്നത് അതീവ ഗുരുതരമാണ് എന്ന് കഴിഞ്ഞ അധ്യായങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. 2 അധ്യായങ്ങളാണ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ഏതാനും ദർസുകളിലായി നമ്മൾ മനസ്സിലാക്കിയത്. 3-ാമത്തെ അധ്യായമാണ് നമുക്കിന്ന് വായിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. 3-ാമതായി അദ്ദേഹം നൽകിയ തലക്കെട്ട് ബാബുൻ ദിക്റുൽ കിബ്ർ, കിബ്റുമായി അഥവാ അഹങ്കാരവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. കഴിഞ്ഞ അധ്യായം സഹോദരങ്ങളെ നമുക്ക് ഓർമ്മയുണ്ടാവും, ഖൽബുമായി ബന്ധപ്പെട്ട വൻപാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അഥവാ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗം അഥവാ ഹൃദയത്തിൽ ഉണ്ടാവുന്ന തിന്മകളിൽ പെട്ട അനേകം കാര്യങ്ങളുണ്ട്. ഷെയ്ഖ് റഹിമഹുല്ലാ ഈ കിതാബിൽ വൻപാപങ്ങൾ ഓരോ അധ്യായവും വിശദീകരിക്കുന്നത് അതിൻ്റെ തുടക്കം ഏറ്റവും വലിയ വൻപാപത്തെക്കുറിച്ച്, അതിനോടടുത്ത വൻപാപങ്ങളെക്കുറിച്ച് പറഞ്ഞു. ശേഷം ഖൽബ് അഥവാ ഹൃദയത്തിന് ബാധിക്കുന്ന, ഹൃദയത്തിലുണ്ടാകുന്ന ചില വൻപാപങ്ങളെക്കുറിച്ചാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. അതിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണമെന്നും ഹൃദയത്തിന് ഇത്തരം പാപങ്ങൾ, അതിൻ്റെ കറകൾ പിടിച്ചു പോവരുത് എന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഷെയ്ഖ് പറഞ്ഞു ബാബുൻ ദിക്റുൽ കിബ്ർ, കിബ്റുമായി ബന്ധപ്പെട്ട് അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുള്ള പ്രമാണങ്ങൾ വിശദീകരിക്കുന്ന അധ്യായം. വഖൗലുല്ലാഹി തആല, അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ നിന്നും ഏതാനും ചില ആയത്തുകൾ ഉദ്ധരിക്കുകയാണ്, അതിൻ്റെ ഭാഗങ്ങൾ ഉദ്ധരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. മുഖ്താലും ഫഖൂറുമായിട്ടുള്ള, അഥവാ മുഖ്താൽ എന്നാൽ അഹങ്കാരി, കിബറുള്ളവൻ. ഫഖൂർ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം നടിക്കുന്നവൻ. അങ്ങനെയുള്ള ആരൊക്കെ ഉണ്ടോ അവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. വഖൗലുല്ലാഹി തആല, 2-മതായി അദ്ദേഹം എടുത്തു കൊടുത്ത ആയത്ത് സൂറത്തു ലുഖ്മാനിലെ 18-ാമത്തെ ആയത്താണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഖ്താലും ഫഖൂറുമായ അഥവാ പൊങ്ങച്ചക്കാരനും അഹങ്കാരിയുമായ ഒരാളെയും ഇഷ്ടപ്പെടുകയില്ല. ആ 2 ആയത്തുകളും സഹോദരങ്ങളെ ഏതാണ്ട് ഒരേ പദപ്രയോഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കിബ്റുള്ള, അഹങ്കാരമുള്ള, മറ്റുള്ളവർക്ക് മേൽ പൊങ്ങച്ചം നടിക്കുന്ന ഒരാളെയും ഇഷ്ടപ്പെടുകയില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. 3-മതായി അദ്ദേഹം എടുത്തുകൊടുത്തു സൂറത്തു നഹ്ലിലെ 29-ാമത്തെ ആയത്ത്, ഫലബിഅസ മസ്വൽ മുതകബ്ബിരീൻ. ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, നരകത്തിൽ പ്രവേശിക്കേണ്ട ആളുകളോട് പറയപ്പെടും, ഫദ്ഖുലൂ അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ. നരകത്തിൻ്റെ വാതിലുകളിലൂടെ നിങ്ങൾ ആ നരകത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഫലബിഅസ മസ്വൽ മുതകബ്ബിരീൻ,
അഹങ്കാരികളായ ആളുകളുടെ സങ്കേതം എത്ര മോശമാണ്. സഹോദരങ്ങളെ, ഈ 3 ആയത്തുകളും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ താക്കീതാണ് ഇതിലൂടെ നൽകുന്നത്. എന്ന് പറഞ്ഞാൽ അൽ കിബിർ, അഹങ്കാരം എന്നത് ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളിൽ പെട്ട ഒരു രോഗമാണ്. ഒരാളുടെ ഹൃദയത്തിന് ഈ രോഗം ബാധിച്ചാൽ അയാൾ നശിച്ചു പോകുന്നതാണ്. മാത്രമല്ല സഹോദരങ്ങളെ, അഹങ്കാരമെന്ന രോഗം, ഈ തിന്മ, ഈ വൻപാപം നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിന്ദ്യരാക്കി കളയും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ. മറ്റൊരായത്തിൽ സമാനമായ അർത്ഥം വരുന്ന വാക്ക് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അഹങ്കാരം നടിക്കുന്ന ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. നിങ്ങൾ നോക്കൂ, വൻപാപങ്ങൾ തിരിച്ചറിയാനുള്ള അടയാളങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന പ്രയോഗം. അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അതിന് നേർ വിപരീതമാണ് അതിൻ്റെ അർത്ഥം. അഥവാ അല്ലാഹു അവരോട് കോപിക്കും, അല്ലാഹുവിന് കോപമായിരിക്കും. കോപം കൊണ്ട് താക്കീത് ചെയ്യപ്പെടുന്ന തിന്മകൾ വൻപാപങ്ങളിൽപ്പെട്ട തിന്മയാണ്. അതുകൊണ്ട് തന്നെ അഹങ്കാരം നടിക്കുക, പൊങ്ങച്ചം കാണിക്കുക എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ് എന്ന് സഹോദരങ്ങളെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മുഖ്താലൻ ഫഖൂർ, അതല്ലെങ്കിൽ മുഖ്താലിൻ ഫഖൂർ, ഈ 2 വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ചു. മുഖ്താലൻ എന്ന് പറഞ്ഞാൽ തഫ്സീറിൽ കാണാം, ഫീ നഫ്സിഹി മുഅ്ജബൻ മുതകബ്ബിറൻ ഫഖൂറൻ അലന്നാസി. ജനങ്ങൾക്കുമേൽ അഹങ്കാരം കാണിക്കുന്ന, സ്വന്തത്തെക്കുറിച്ച് അത്ഭുതം കൂറുന്ന, അതുപോലെ മറ്റുള്ളവരുടെ മേൽ ദുരഭിമാനം നടിക്കുന്ന, എന്ന് പറഞ്ഞാൽ യറ അന്നഹു ഖൈറും മിൻഹും, മറ്റുള്ളവരെക്കാൾ താനാണ് ഉത്തമൻ, നല്ലവൻ എന്ന് ഒരാൾ കരുതലാണ്. ഫഹുവ ഫീ നഫ്സിഹി കബീറുൻ. ഈ അഹങ്കാരിയായ പൊങ്ങച്ചക്കാരനായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മനസ്സിൽ താൻ എന്തോ വലിയ സംഭവമാണ് എന്നായിരിക്കും. എന്നാൽ വഹുവ ഇൻദല്ലാഹി ഹഖീറുൻ, അത്തരം പൊങ്ങച്ചക്കാരായ ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ദ്യരായിരിക്കും, ഒരു വിലയും ഇല്ലാത്തവരായിരിക്കും. വഇൻദന്നാസി ബഗീദുൻ, അതോടൊപ്പം അഹങ്കാരികളായ ആളുകളോട് ജനങ്ങൾക്കും വെറുപ്പായിരിക്കും. സഹോദരങ്ങളെ, വളരെ ഗൗരവപ്പെട്ട ഒരു തിന്മയാണ്, ഒരു പാപമാണ് കിബിർ എന്നുള്ളത്. കിബിർ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല പറയുകയാണ്, മറ്റൊരായത്തിൽ നമുക്ക് കാണാം, അങ്ങനെ കിബിറുള്ള ആളുകൾ കദാലിക യത്ബഉല്ലാഹു അലാ കുല്ലി ഖൽബിൻ മുതകബ്ബിരിൻ ജബ്ബാർ, ഇതുപോലെ അഹങ്കാരമുള്ള പൊങ്ങച്ചക്കാരായ ആളുകളുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു മുദ്ര വെക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ പിന്നീട് നന്മകൾ സ്വീകരിക്കാനുള്ള തൗഫീഖ് ലഭിക്കുകയില്ല. ഏതാണ് നന്മ, ഏതാണ് തിന്മ എന്ന് തിരിച്ചറിയാത്ത രൂപത്തിൽ ഇരുട്ടിൽ പെട്ടുപോകും എന്ന് അല്ലാഹു തആല അറിയിക്കുകയാണ്. വളരെ ഗൗരവമാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ കിബിർ എന്ന തിന്മ. നോക്കൂ, അല്ലാഹു തആല ഇവിടെ ഷെയ്ഖ് ഉദ്ധരിച്ച 2 ആയത്തുകളിലും ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം 3-ാമതായി ഉദ്ധരിച്ച ആയത്ത് നോക്കൂ, ഫലബിഇസ മസ്വൽ മുതകബ്ബിരീൻ, അഹങ്കാരികളായ ആളുകളുടെ സങ്കേതം എത്ര മോശമാണ്. അഥവാ അല്ലാഹു തആല അഹങ്കാരികളായ ആളുകൾക്ക് നൽകുന്ന സങ്കേതമെന്നത് നരകമാണ്. പരലോകത്ത് മഹ്ശറിൽ വെച്ച് തന്നെ അല്ലാഹു തആല അത്തരം ആളുകളെ വെല്ലുവിളിക്കും. നിന്ദ്യരായ അവസ്ഥയിലായിരിക്കും അവർ അവിടെ ഉണ്ടാവുക. അല്ലാഹു തആല അവിടെ വന്നുകൊണ്ട് വിളിക്കും, ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ, എവിടെ സ്വേച്ഛാധിപതികളായ ആളുകൾ, ജനങ്ങൾക്ക് മേൽ അഹങ്കാരത്തോടെ
അവരെ അടിച്ചമർത്തിയ അങ്ങനെയുള്ള ആളുകൾ എവിടെ അഹങ്കാരികൾ? ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി നടന്ന, മറ്റുള്ളവരെ വില കുറച്ച് കണ്ട, മറ്റുള്ളവരെ ഒന്നിനും കൊള്ളാത്തവരായി കണ്ട, ആളുകളെ നിന്ദ്യരാക്കുന്ന അങ്ങനെയുള്ള അഹങ്കാരികൾ എവിടെ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഈ കിബിർ എന്ന അഹങ്കാരമെന്ന കാര്യം നമ്മുടെ മനസ്സിൽ ഒരു കാരണവശാലും വരാൻ പാടില്ല എന്നു പറഞ്ഞത് ഒന്ന്, അല്ലാഹു തആല വളരെ ഗുരുതരമായ ഗൗരവമായ താക്കീത് നൽകിയിട്ടുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം നമ്മൾ കേട്ടു ആയത്തിൽ അല്ലാഹു അത്തരം ആളുകളുടെ ഖൽബിൽ, ഹൃദയങ്ങളിൽ മുദ്ര വെക്കും എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകളായ, നിഷേധികളായ ആളുകളെക്കുറിച്ച് അല്ലാഹു പറഞ്ഞ ചില വാക്കുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അവർ ഹക്ക് സ്വീകരിക്കാതിരുന്നത്, അവർ സത്യം സ്വീകരിക്കാതിരുന്നത്, അവർക്ക് നന്മ തിന്മകൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? അവർ നബിമാരോട് അഹങ്കാരം കാണിച്ചത് കൊണ്ടാണ്. അവർ പറഞ്ഞു, ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുന. നബിമാർ വന്നപ്പോൾ അവർ നബിമാരോട് പറയുകയാണ്, നിങ്ങളും നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരെന്നല്ലേ, നിങ്ങൾക്ക് എന്താ ഇത്ര പ്രത്യേകത എന്ന് പറഞ്ഞ് അവരെ വില കുറച്ച് കണ്ടു. അവർ അള്ളാഹുവിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്തപ്പോൾ, അവർ അള്ളാഹുവിൻ്റെ ദീനിലെ നിയമങ്ങൾ പറഞ്ഞപ്പോൾ അവരെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. നിങ്ങളും നമ്മളൊക്കെ മനുഷ്യന്മാരെന്നല്ലേ. അതുപോലെ നബിമാരെക്കുറിച്ച്, റസൂലിനെക്കുറിച്ച് അവർ ചോദിച്ചതായി പരിശുദ്ധ ഖുർആനിൽ കാണാം. വഖാലു മാ ലിഹാദർ റസൂൽ, ഇതെന്ത് റസൂലാണ്? യഅ്കുലൂന തആം, ഭക്ഷണം കഴിക്കുന്നു, വയംശൂന ഫിൽ അസ്വാഖ്, അങ്ങാടികളിലൂടെ നടക്കുന്നു. ബന റസൂൽ, ഇയാളാണോ നബി എന്ന് പറഞ്ഞ് അവർ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞതായി നമുക്ക് കാണാം. ഇങ്ങനെയുള്ള അഹങ്കാരത്തിൻ്റെ വാക്കുകളായിരുന്നു അവർ പറഞ്ഞത്. മാത്രമല്ല അല്ലാഹു മറ്റൊരു ആയത്തിൽ സൂറത്തുൽ അൻആമിൽ പറഞ്ഞു, വഇദാ ജാഅത്ഹും ആയത്തുൻ, നമ്മുടെ ആയത്തുകൾ അവരിലേക്ക് വന്നാൽ, അഥവാ പ്രവാചകന്മാർ ഓതിക്കൊടുത്താൽ, ഖാലൂ ലൻ നുഅ്മിന ഹത്താ നുഅ്താ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്, അല്ലാഹു അവൻ്റെ റസൂലുമാർക്ക് ഇറക്കിക്കൊടുത്തതുപോലെയുള്ള, നൽകിയതുപോലെയുള്ളത് നമുക്കും നൽകിയാലല്ലാതെ നമ്മൾ ഇതിൽ വിശ്വസിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. നോക്കൂ, അഹങ്കാരികളുടെ വാക്കുകൾ നോക്കൂ സഹോദരങ്ങളെ. റസൂലുമാർക്ക്, നബിമാർക്ക് കിട്ടിയതുപോലെ നമുക്ക് കിട്ടണം, നമ്മളിലേക്കും വരട്ടെ അള്ളാഹുവിൻ്റെ മലക്ക് വഹയുമായിട്ട്, എന്നാൽ നമുക്ക് ആലോചിക്കാം, എങ്കിൽ നമുക്ക് വിശ്വസിക്കാം എന്ന ധിക്കാരത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ വാക്കായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അള്ളാഹു അതിന് മറുപടി പറഞ്ഞു, അല്ലാഹു അഅലമു ഹൈതു യജ്അലു റിസാലതഹു, അള്ളാഹുവിനറിയാം എവിടെയാണ് റിസാലത്ത് കൊണ്ടുവെക്കേണ്ടത്, ആർക്കാണ് വഹി നൽകേണ്ടത് എന്ന് അള്ളാഹുവിനറിയാം. സഹോദരങ്ങളെ നോക്കൂ, ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. പഴയകാലത്തെ സമുദായങ്ങൾ, അവർക്ക് അള്ളാഹു ശിക്ഷ നൽകിയതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ കാണാം അവർ അഹങ്കാരികളായിരുന്നു എന്ന് നമുക്ക് കാണാം. നിങ്ങൾ നോക്കൂ, ആദ്യമായി ലോകത്ത് സംഭവിച്ച പാപം, തെറ്റ് ഏതാണെന്നറിയുമോ സഹോദരങ്ങളെ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അവ്വലു ദംബിൻ അസല്ലാഹ ബിഹി അബവസ്സഖലൈൻ അൽ കിബ്റു വൽ ഹിർസു. ആദ്യമായി അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു പാപം സംഭവിച്ചത് രണ്ട് വിഭാഗം, അഥവാ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട അവരുടെ പിതാക്കന്മാർ ചെയ്ത രണ്ട് തെറ്റുകളായിരുന്നു. ഒന്ന് അൽ കിബ്ർ, രണ്ടാമത്തത് അൽ ഹിർസ്. ഒന്നാമത്തത് കിബ്റും രണ്ടാമത്തത് ഹിർസുമായിരുന്നു. ഫകാനൽ കിബ്റു ദംബ ഇബ്ലീസ് അൽ ലഈൻ, കിബ്ർ എന്ന അള്ളാഹുവിനോടുള്ള ധിക്കാരം, അനുസരണക്കേട് കാണിച്ചത് ശപിക്കപ്പെട്ട ഇബ്ലീസായിരുന്നു. ആദ്യമായി അള്ളാഹുവിനെ ധിക്കരിച്ച തെറ്റിൽ ഒന്ന് കിബ്റായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഫആല അംറുഹു ഇലാ മാ ആല ഇലൈഹി, അങ്ങനെ അള്ളാഹുവിനെ കിബ്ർ കൊണ്ട് അവൻ ധിക്കരിച്ചപ്പോൾ അവൻ എവിടെയൊക്കെ എത്തിയോ അതിലേക്ക് എത്താനുള്ള കാരണം അതാണ്. കാരണം മലക്കുകളുടെ കൂടെ നല്ല വലിയ പദവിയിലുണ്ടായിരുന്ന ഒരുവൻ അഹങ്കാരത്തിൻ്റെ വാക്ക് പറഞ്ഞപ്പോൾ അള്ളാഹു അവനെ നിന്ദ്യനാക്കി കളഞ്ഞു. രണ്ടാമത്തത് നമ്മുടെ ഉപ്പ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വന്ന അബദ്ധമായിരുന്നു, അത് അൽ ഹിർസ്. അള്ളാഹു വിലക്കിയ ഒരു കാര്യത്തോടുള്ള അതിയായ ആഗ്രഹമായിരുന്നു. എന്നാൽ ഇബ്ലീസ്
അഹങ്കാരം നടിച്ചു, എന്നിട്ട് അള്ളാഹുവിനെ ധിക്കരിച്ച് ആ രൂപത്തിൽ പുറത്തുപോയി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് അള്ളാഹു തആല തൗബക്ക് അവസരം കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അബദ്ധം തിരിച്ചറിഞ്ഞു. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് നോക്കൂ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അറിയിക്കുകയാണ്, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ. അള്ളാഹു തആല മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരെല്ലാവരും സുജൂദ് ചെയ്തു, ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. എന്താണ് ഇബ്ലീസ് അത് ചെയ്യാതിരിക്കാനുള്ള കാരണം? അബാ വസ്തക്ബറ, അബാ വസ്തക്ബറ, അവൻ വിസമ്മതിച്ചു, അഹങ്കാരം കാണിച്ചു. എന്താണ് അവൻ പറഞ്ഞത്? ഖാല അന ഖൈറും മിൻഹു. മറ്റൊരായത്തിൽ അള്ളാഹു പറയുകയാണ്, ഇബ്ലീസ് പറഞ്ഞു, അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. ഖലഖ്തനീ മിൻ നാർ, നീ എന്നെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത്. വഖലഖ്തഹു മിൻ തീൻ, ആദമിനെ കളിമണ്ണിൽ നിന്നുമാണ് നീ സൃഷ്ടിച്ചത്. നോക്കൂ, അഹങ്കാരത്തിൻ്റെ വാക്ക് ഇബ്ലീസ് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഖാല ഫഹ്ബിത് ഫീഹാ, ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിക്കൊള്ളുക. ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ, ഇവിടെ വെച്ച് നിനക്ക് നിന്റെ അഹങ്കാരം നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ, നീ പുറത്തേക്ക് പോവുക, നീ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക, തീർച്ചയായും നീ നിന്ദ്യനായിരിക്കുന്നു, നിന്ദ്യനാക്കപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ നോക്കൂ, വലിയ അപകടത്തിലേക്ക് പിന്നീട് ഇബ്ലീസ് എത്തിപ്പെട്ടതിൻ്റെ കാരണം അഹങ്കാരമായിരുന്നു, കിബിറായിരുന്നു. കണ്ണിന് അന്ധത ബാധിച്ചു പോവാനുള്ള കാരണമാണ് കിബിർ. ഇത് സഹോദരങ്ങളെ എല്ലാ കാലത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികളെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾ നമുക്കും ബാധകമാണ്. അല്ലാഹു പറഞ്ഞു, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഒരാൾ വന്നു പറഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മൾ കേട്ടാൽ, നമുക്ക് ബോധ്യപ്പെട്ടാൽ, പിന്നെ അതിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നത് അഹങ്കാരമാണത്. എന്നിട്ട് അത് കൊണ്ടുവന്ന ആളുകളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമാണ്. ഒരാൾ ഹക്ക് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ, ദീനിലുള്ള ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നത് വിനയത്തിൻ്റെ അടയാളമാണ്. അതല്ലാതെ അതിനെ നിരാകരിക്കുക, എന്നിട്ട് അയാളെക്കുറിച്ച് നീയൊക്കെ എന്തു പറയാനാ, നീയൊക്കെ കുറേ കാലം അങ്ങനെ നടന്നല്ലേ, നീ ഇങ്ങനെ നടന്നല്ലേ, നിന്റെ പണ്ടത്തെ കഥ നമുക്കറിയാലോ എന്നാണ് പല ആളുകളും പറയുക. നീ പണ്ട് അങ്ങനെ നടന്നിട്ടില്ലേ? സഹോദരങ്ങളെ, ഹക്ക് മനസ്സിലായാൽ, സത്യം മനസ്സിലായാൽ, ദീൻ മനസ്സിലായാൽ, ഒരാളത് സ്വീകരിച്ചാൽ പിന്നെ അയാൾ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അല്ല, അതുകൊണ്ടാണ് ആളെ നോക്കണ്ട, പ്രമാണങ്ങൾ നോക്കിയാൽ മതി എന്ന് ഉമർ മൗലവി റഹിമഹുല്ല അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ആളെ നോക്കണ്ട, തെളിവ് നോക്കിയാൽ മതി. തെളിവ് ഖാലല്ലാ ഖാല റസൂലുള്ളാ എന്നതാണ്. നിങ്ങൾ ആളെ നോക്കണ്ട, താടി വെച്ച ആളല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നത് നോക്കണ്ട, നിങ്ങൾ തെളിവ് നോക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഗുരുതരമായ തെറ്റായി നരകം കൊണ്ട് താക്കീത് ചെയ്ത തിന്മയാണ് അഹങ്കാരം, അൽ കിബിർ എന്നുള്ളത്. ഈ 3 ആയത്തുകളും ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആയത്തുകളാണ്. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുമുള്ള ഒരു ഹദീസാണ് അദ്ദേഹം അടുത്തതായി ഉദ്ധരിച്ചത്. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ് ഇന്നർ റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനൻ വനഅലുഹു ഹസനൻ ഖാല ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല അൽ കിബ്റു ബതറുൽ ഹഖ് വഗംതുൻ നാസ് റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, മൻ കാന ഫീ ഖൽബിഹി,
ആരുടെ ഹൃദയത്തിലാണോ മിസ്കാലു ദർറത്തിൻ മിൻ കിബ്രിൻ, അണുമണിത്തൂക്കം അഹങ്കാരമുള്ളത് എന്ന് പറഞ്ഞാൽ ആരുടെ ഹൃദയത്തിലാണോ അണുമണിയോളം കിബിറുള്ളത്, അഹങ്കാരമുള്ളത്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സഹോദരങ്ങളെ, ആ വാക്കിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞ വാക്ക് നോക്കൂ, മിസ്കാലു ദർറത്തിൻ എന്നാണ്. ഒരു കടുക് മണിയോളം, അതല്ലെങ്കിൽ ഒരു അണുമണിയോളം, അതല്ലെങ്കിൽ ഒന്നുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ ഒരു ഉറുമ്പിൻ്റെ കാലടിയോളം. മിസ്കാലു ദർറ എന്ന് പറഞ്ഞാൽ പൊതുവെ ഏറ്റവും ചെറുത്, അതിൻ്റെ നിസാരത അറിയിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണത്. ഒരു അണുമണി, കടുകുമണി, ഒരു ഉറുമ്പിൻ്റെ കാല്, അത്രയും വരുന്ന കിബിർ ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. ഹൃദയത്തിൽ അഹങ്കാരം കൊണ്ട് നിറയണ്ട, ഹൃദയം പകുതി അഹങ്കാരം ഉണ്ടാവേണ്ടതില്ല, അതല്ലെങ്കിൽ കുറച്ച് അഹങ്കാരം ഉണ്ടാവേണ്ടതില്ല. ഒരു കടുകുമണിയോളം, ഒരു അണുമണിയോളം ഉണ്ടായാൽ മതി. എത്രയാണ് സഹോദരങ്ങളെ അണുമണി എന്ന് പറഞ്ഞാൽ? എത്രയാണ് മിസ്കാലു ദർറ എന്ന് പറഞ്ഞാൽ? ഒരു ഉറുമ്പിൻ്റെ കാലടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ വലുപ്പം? കണ്ണുകൊണ്ട് നോക്കാൻ, കാണാൻ സാധിക്കാത്തതാണ്. ഒരാൾ കണ്ണുകൊണ്ട് നേർക്കുനേരെ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ കണ്ണിൽ പിടിക്കാത്ത ഒരു അളവ്, അത്രയും ഒരാളുടെ ഹൃദയത്തിൽ കിബിറുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. അത്ര ചെറുത് എന്ന് പറഞ്ഞാൽ ഒരു കിബിറിൻ്റെ ലാഞ്ചന പോലും സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. കിബിർ എന്നാൽ നേരത്തെ പറഞ്ഞു, മറ്റുള്ളവർക്ക് മേൽ അഹങ്കാരം നടിക്കലാണ്. അവനേക്കാൾ നല്ലത് ഞാനാണ്, അതല്ലെങ്കിൽ അവരേക്കാൾ നല്ലത് ഞാനാണ്, എന്നേക്കാൾ നല്ല ഒരാളും വേറെ ഇല്ല, ഞാനാണ് മെച്ചപ്പെട്ടവൻ, എന്നെ കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും ഉള്ളൂ എന്ന ഈ ഗുരുതരമായ ചിന്ത, അത് സഹോദരങ്ങളെ നമ്മെ നശിപ്പിക്കും. അതിൻ്റെ ലാഞ്ചനമതി എന്നാണ്, അതിൻ്റെ ലാഞ്ചനമതി നമ്മൾ നശിക്കാൻ. നോക്കൂ, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് വൻപാപമാണ് എന്നതിനുള്ള തെളിവാണ്. നേരത്തെ പറഞ്ഞില്ലേ, വൻപാപമാണ് എന്ന് തിരിച്ചറിയാനുള്ള അടയാളമാണ്. ഇത് കേട്ടപ്പോൾ സഹാബികളിൽ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനൻ വനഅലുഹു ഹസനൻ. ഒരാൾ അയാളുടെ വസ്ത്രവും ചെരുപ്പും ഭംഗിയുള്ളതാവാൻ ആഗ്രഹിക്കൂലേ നബിയെ? ഒരാൾ നല്ല വസ്ത്രം ധരിച്ചു, ഒരാൾ നല്ല ചെരുപ്പ് ധരിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അത് അഹങ്കാരത്തിൽ പെടുമോ എന്നാണ് സഹാബത്തിൻ്റെ ചോദ്യം. സഹോദരങ്ങളെ നോക്കൂ, സഹാബികൾ വളരെ ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടത്. ഒരു ചെറിയ അളവിൽ അഹങ്കാരം ഹൃദയത്തിലുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സംശയമായി ചോദിക്കുകയാണ്, നല്ല വസ്ത്രം ധരിച്ചാൽ അതിൽ പെട്ടുപോവോ? നല്ല ചെരുപ്പ് ധരിച്ചാൽ അതിൽ പെട്ടുപോകുമോ എന്ന സംശയം അവരെ, അഥവാ അവർ ഭയപ്പാടോടുകൂടി സഹാബികൾ ചോദിക്കുകയാണ്. അതുപോലും അവരെ ഭയപ്പെടുത്തിയെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാണ്. യുഹിബ്ബുൽ ജമാൽ, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ നല്ല വസ്ത്രം ധരിക്കലോ നല്ല ചെരുപ്പ് ധരിക്കലോ അല്ല കിബിർ. മറിച്ച് അൽ കിബ്റു ബതറുൽ ഹഖ്, കിബിർ എന്നാൽ ബതറുൽ ഹഖ്, ഹക്ക് കിട്ടിയാൽ, സത്യം കൊണ്ടുവന്നാൽ അതിനെ തള്ളിക്കളയലാണ്. വഗം തുന്നാസ്, ജനങ്ങളെ നിസാരവൽക്കരിക്കലുമാണ്. ജനങ്ങളെ ഒന്നിനും കൊള്ളാത്തവരായി കാണുക, ഞാൻ കഴിച്ച് ബാക്കി എല്ലാവരും ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് വിചാരിക്കലാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽ കിബിർ. നോക്കൂ, എന്താണ് കിബിർ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ബതറുൽ ഹഖ്, സത്യം നിരാകരിക്കുക, സത്യത്തെ തള്ളിക്കളയുക. നേരത്തെ പറഞ്ഞതുപോലെ മുശ്രിക്കുകൾ, കുഫാറുകൾ, സത്യനിഷേധികൾ, അവർ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം അഹങ്കാരമാണ്. ഏതൊരാൾക്കും ഇത് ബാധകമാണ്. ഈ ഒരു വിശേഷണം ആർക്കുണ്ടോ
അവർക്കിത് ബാധകമാണ്. ആരാണോ സത്യത്തെ നിരാകരിച്ചത്, തള്ളിക്കളഞ്ഞത്, അതെന്തിൻ്റെ പേരിലായാലും ശരി, എന്തിൻ്റെ പേരിലായാലും ശരി, സത്യം ഒരാൾ കൊണ്ടുവന്നാൽ അതിനെ തള്ളിക്കളഞ്ഞാൽ അയാൾ ഈ കിബറന്മാരിൽ ഉൾപ്പെടും. അയാൾ അഹങ്കാരികളിൽ പെട്ടുപോകും എന്നാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, വഗം തുന്നാസ്, ജനങ്ങളെ നിസാരരാക്കുക, ഒന്നിനും കൊള്ളാത്തവരാക്കുക, ഇത് വളരെ ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്ന എന്ന് പറഞ്ഞ വാക്കിനെ ഒന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അഥവാ കിബിർ എന്നത് ഒരാളിലുണ്ടായാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഷിർക്കോ കുഫറോ അല്ലാത്ത പാപങ്ങൾ ഒരാൾ ചെയ്താൽ അയാൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിൻ്റെ കീഴിലായിരിക്കും. ഒന്നല്ലെങ്കിൽ അള്ളാഹു അയാളെ ശിക്ഷിക്കും, അതല്ലെങ്കിൽ അള്ളാഹു അയാളെ വെറുതെ വിടും. എന്തായാലും ഷിർക്കോ കുഫറോ ചെയ്യാത്ത ഒരാൾ ശാശ്വതനായി നരകത്തിൽ കിടക്കുകയില്ല. അതാണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം. ഇവിടെ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു തആല വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ എന്ന് പറഞ്ഞു. അഥവാ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ, സ്വർഗക്കാരെ കൂട്ടം കൂട്ടമായി, തഖ്വ പാലിച്ച ആളുകളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച ആളുകളെ, സ്വർഗക്കാരെ അള്ളാഹു തആല കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗം പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ ആളുകൾ, അഹങ്കാരികൾ ഉൾപ്പെടുകയില്ല. ആദ്യം സ്വർഗത്തിൽ പോകുന്ന ആളുകളിൽ ഈ ആളുകൾ, അഹങ്കാരികൾ ഉൾപ്പെടുകയില്ല. അതുപോലെ തന്നെ അവർ ചെയ്ത തിന്മകൾക്ക്, ഈ പറഞ്ഞ പാപത്തിന് ഒന്നല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വിധേയരാകും. എന്നിട്ട് പിന്നീട് അവർക്ക് ഈമാൻ ബാക്കിയുണ്ടെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നാൽ ലാ യദ്ഖുലുൽ ജന്ന എന്നതിൽ തീരെ പ്രവേശിക്കുകയില്ല എന്ന് വ്യാഖ്യാനിക്കാം. എങ്ങനെ? ഒരാൾ അഹങ്കാരം കൊണ്ട് തൗഹീദ് നിഷേധിച്ചു, അള്ളാഹുവിൻ്റെ ഏകത്വം നിഷേധിച്ചു, ഷിർക്ക് ചെയ്തു, അതല്ലെങ്കിൽ അള്ളാഹുവിനെ നിഷേധിച്ചു, കുഫർ ചെയ്തു, ഇങ്ങനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വല്ലതും അഹങ്കാരം കൊണ്ട് ചെയ്തു. അങ്ങനെയുള്ള ഒരു അഹങ്കാരിയാണെങ്കിൽ അയാൾ ഒരു കാലത്തും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഫലാ യദ്ഖുലുൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കിബിർ ഒരു അണുമണിയോളം ഹൃദയത്തിലുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അത് കുഫറിൻ്റെ കിബിറാണെങ്കിൽ, നിഷേധത്തിൻ്റെ കിബിറാണെങ്കിൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അയാൾ ശാശ്വതനായി നരകത്തിലായിരിക്കും. ഇനി അതല്ലാത്ത അതിന് താഴെയുള്ള സൃഷ്ടികളോടുള്ള, മനുഷ്യരോടുള്ള ഷിർക്കോ കുഫറോ അല്ലാത്ത ഹക്ക് തള്ളിക്കളഞ്ഞു, സ്വീകരിച്ചില്ല, ആളുകളോട് അഹങ്കാരം കാണിച്ചു, പൊങ്ങച്ചം കാണിച്ചു, അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ ആദ്യം ശിക്ഷ ലഭിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല. മാത്രമല്ല, ഒന്നല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും, അതല്ലെങ്കിൽ അല്ലാഹു തആല അവർക്ക് വിട്ടുകൊടുക്കും. ഏതായിരുന്നാലും സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ് ഈ പറഞ്ഞ തിന്മ. കിബിർ, അതിൻ്റെ വലിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അത് കുറേയൊന്നും വേണ്ടതില്ല, കുറച്ചു മതി. വളരെ ചെറിയ അളവിൽ ഉണ്ടെങ്കിലും അത് മതിയായതാണ്. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു. വറവൽ ബുഖാരിയു അൻ ഹാരിസത ബിൻ വഹ്ബിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അലാ ഉഖ്ബിറുക്കും ബിഅഹ്ലിൻ നാരി കുല്ലു ഉതുല്ലിൻ ജവ്വാളിൻ മുസ്തക്ബിരിൻ. ഹാരിസ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ സഹാബികളോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി,
അലാ ഉഖ്ബിറുക്കും ബി അഹ്ലിന്നാർ, നരകക്കാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അഥവാ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ. ആരൊക്കെയാണ്? ആരാണവർ? കുല്ലു ഉതുല്ലിൻ ജവ്വാദിൻ മുസ്തക്ബിരിൻ, എല്ലാ അഹങ്കാരികളും എന്ന് ആ 3 വാക്കിനും മൊത്തത്തിൽ അർത്ഥം പറയാം. അഹങ്കാരികളായ എല്ലാവരും നരകക്കാരാണ്. ഷെയ്ഖ് അതിലെ ഓരോ വാക്കും വിശദീകരിക്കുന്നുണ്ട്. അൽ ഉതുൽ, കുല്ലു ഉതുല്ലിൻ എന്ന് പറഞ്ഞല്ലോ. അൽ ഉതുൽ എന്ന് പറഞ്ഞാൽ അൽ ഖലീദുൽ ജാഫി. ഈ വാക്കുകൾ ഓരോ പദങ്ങളും ശ്രദ്ധിക്കുക. മൊത്തത്തിൽ അഹങ്കാരികൾ എന്നർത്ഥം പറഞ്ഞാലും അതിലെ ഓരോ വാക്കുകൾക്കും പ്രത്യേകം അർത്ഥമുണ്ട്. ഷെയ്ഖ് തന്നെ അത് വിശദീകരിക്കുന്നു. അൽ ഉതുല്ലു, അൽ ഉതുല്ലു എന്ന് പറഞ്ഞാൽ അൽ ഖലീദുൽ ജാഫി. അൽ ഖലീൽ എന്ന് പറഞ്ഞാൽ പരുഷ ഹൃദയൻ, പരുക്ക സ്വഭാവമുള്ളവൻ. അൽ ജാഫി എന്ന് പറഞ്ഞാൽ വരണ്ടവൻ, വരണ്ട സ്വഭാവമുള്ള, ആളുകൾക്ക് ഒരു നിലക്കും ആളുകളുമായി അടുക്കാത്ത, അങ്ങനെ പരുഷനും വരണ്ടവനുമായ ആളുകൾ. അതെങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? അഹങ്കാരത്തിൽ നിന്നാണ്. വരണ്ട സ്വഭാവം എന്നത് അഹങ്കാരികളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. മുഅ്മിനീങ്ങളുടെ അടയാളം എന്നത് സഹോദരങ്ങളെ, അവർ വിനയാന്വിതരായിരിക്കും, മാന്യരായിരിക്കും. ഖുർആനിലും സുന്നത്തിലും ധാരാളം തെളിവുകൾ നമുക്ക് കാണാം. മാത്രമല്ല ആളുകളുമായി അടുക്കുന്നവരായിരിക്കും. എന്നാൽ അഹങ്കാരികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വരണ്ട സ്വഭാവമായിരിക്കും, ഒരു നിലക്കും അടുപ്പിക്കാൻ കൊള്ളാത്ത ജാതി സ്വഭാവം. അതുപോലെ പരുഷനായിരിക്കും, ആൾക്ക് എന്തെങ്കിലും ഒന്ന് പോയി പറയാൻ സാധിക്കാത്ത രൂപത്തിൽ, എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമായി പോവോ എന്ന രൂപത്തിലുള്ള, അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ. പലപ്പോഴും സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, ഇത്തരം സ്വഭാവമുള്ള ആളുകൾ അഭിമാനം പറയും, ഞാൻ പണ്ടേ അങ്ങനെയാണ്, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അറിയാലോ എന്ന് പറയും. യഥാർത്ഥത്തിൽ അത് മോശമാണത്. വരണ്ട സ്വഭാവം, പരുഷ സ്വഭാവം എന്നത് ഒരു മോശമായ സ്വഭാവമാണത്. അതിൽ അഹങ്കരിക്കാനുള്ളതല്ല. അള്ളാഹുവിനോട് റബ്ബേ മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് റബ്ബിനോട് നല്ല സ്വഭാവം ചോദിച്ചു വാങ്ങേണ്ടതാണ്. അതല്ലാതെ അത് എനിക്ക് പണ്ടേ ഉള്ളതാണ്, എൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയല്ല വേണ്ടത്. അത് സഹോദരങ്ങളെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പലപ്പോഴും ആളുകൾ അതുകൊണ്ട് എന്നെ ആളുകൾ ഭയക്കും, എന്നോട് പേടിയുണ്ടാകും, എനിക്ക് ഗാംഭീര്യത ലഭിക്കും എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കാം. യഥാർത്ഥത്തിൽ പരുഷ സ്വഭാവവും വരണ്ട സ്വഭാവവും നമുക്കൊരിക്കലും ജനങ്ങൾക്കിടയിൽ നല്ല ഒരു ബഹുമാനം ലഭിക്കുകയില്ല, അല്ലെങ്കിൽ ആദരവ് ലഭിക്കുകയില്ല. മറിച്ച് ആളുകൾ അങ്ങനെയുള്ള ആളുകളെ ഭയപ്പെടുന്നത്, പേടിക്കുന്നതുകൊണ്ടാണ്, ഓൻ്റെ ഷെറ് പേടിച്ചിട്ടാണ്. ഇത്തരം ആളുകൾ ഈ വരണ്ട സ്വഭാവവുമായി എന്തെങ്കിലും പറഞ്ഞാൽ അവരുമായി തല്ലുകൂടി പോവോ, അവരുമായി തെറ്റേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ടായിരിക്കും പലപ്പോഴും ബഹുമാനിക്കുക. അങ്ങനെ എരന്നു വാങ്ങുന്ന ബഹുമാനം വളരെ മോശമാണ്, നിന്ദ്യതയുടെ അടയാളത്തിൽപ്പെട്ടതാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നോക്കൂ, കുല്ലു ഉതുല്ലിൻ, എല്ലാ ഉതുല്ലും. അൽ ഉതുൽ എന്ന് പറഞ്ഞാൽ അൽ ഖലീദുൽ ജാഫി, അൽ ഖലീദുൽ ജാഫി, പരുഷനായ, പരുഷ ഹൃദയനായ, വരണ്ട സ്വഭാവമുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞെന്താണ്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിൻ്റെ കാരുണ്യമൊന്നു കൊണ്ട് മാത്രമാണ് അങ്ങ് അവരോട് സൗമ്യമായി പെരുമാറുന്നത്. വലൗ കുൻത ഫളൻ ഗലീളൽ ഖൽബി, താങ്കളെങ്ങാനും പരുഷനും കഠിന ഹൃദയനുമാണെങ്കിൽ ലൻ ഫളൂ മിൻ ഹൗലിക്, അവർ താങ്കളുടെ ചുറ്റുനിന്നും അകന്നു കളയുമായിരുന്നു. നോക്കൂ, അങ്ങനെ വരണ്ട സ്വഭാവം നല്ല സ്വഭാവമല്ല എന്നാണ് ആ ആയത്ത് പറയുന്നത്. മറിച്ച് സൗമ്യനായിരിക്കണം, ആളുകളോട് അടുക്കുന്ന, ആളുകൾക്ക് വന്ന് ചോദിക്കാൻ പറ്റുന്ന, ആളുകൾക്ക് സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന അങ്ങനെയുള്ള സ്വഭാവമാണ് സഹോദരങ്ങളെ സ്തുത്യർഹമായ സ്വഭാവം. അതാണ് ഒരു മുഅ്മിനിൻ്റെ
ഖുലുഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ആളുകൾ വന്നിട്ട് എന്തൊക്കെ ജാതി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, കേട്ടിട്ടില്ല ഹദീത്തിൽ? എന്തെല്ലാം ചോദിക്കാറുണ്ട്. ചെറുതും വലുതുമായ വിഷയങ്ങൾ അവിടുത്തോട് ചോദിക്കും. അവിടുന്ന് നല്ല രൂപത്തിൽ അതിന് മറുപടി പറയും. ചിലപ്പോൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഫായിദ പറഞ്ഞു കൊടുക്കും. ഒരിക്കൽ സഹാബികൾ കടലിലെ വെള്ളത്തിനെ കുറിച്ച് ചോദിച്ചു. കടലിലെ വെള്ളത്തിനെ കുറിച്ച് ചോദിച്ചു. അത് കുളിക്കാൻ പറ്റുമോ, വുദു എടുക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? കടലിലെ വെള്ളം അത് ശുദ്ധിയുള്ളതാണ്, അതിലെ ശവം ഹലാലുമാണ്. അതിൽ നിന്നാണ് നമ്മൾ മരിച്ചിട്ട് കിട്ടിയ മീനിനെ തിന്നുന്നത്. എന്തുകൊണ്ടാണ്? ഹദീസുള്ളതുകൊണ്ടാണ്. ചത്ത മീനിനെ തിന്നാൻ തെളിവ് അതിൽ നിന്നാണ്. അപ്പോൾ നോക്കൂ, വെള്ളത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളത്തിനെ കുറിച്ചും അതിലെ ജീവികളെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പലതും കാണാം. ഓരോരുത്തരുടെയും അവസ്ഥകൾക്കനുസരിച്ച് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നതായി നമുക്ക് കാണാം. സ്ഥലവും സന്ദർഭവും ഒക്കെ പരിഗണിച്ച് മറുപടി പറയുന്നതായി കാണാം. വ്യക്തികളെ നോക്കി മറുപടി പറയുന്നതായി കാണാം. ഒരാളൊരു ഉപദേശം വന്ന് ചോദിച്ചപ്പോൾ ചില ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നല്ല, തഗ്ലബ്, നീ കോപിക്കരുത്. കാരണം എന്താ? അദ്ദേഹം കുറച്ച് കോപമുള്ള ആളായിരിക്കും. വേറെ ചില ആളുകൾ വസിയത്ത് ചോദിച്ചപ്പോൾ രാത്രി നിസ്കാരവും മാസത്തിലെ നോമ്പും ഒക്കെ പറഞ്ഞു കൊടുത്തു. കാരണം എന്താ? അവർ ഇബാദത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ഇടപഴകാറുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അൽ ഉതുൽ എന്ന വാക്കിൽ അതിൻ്റെ പരിധിയിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത്. പരുഷരായ കഠിന ഹൃദയരായ വരണ്ട ഒരു സ്വഭാവക്കാർ ആയിത്തീരരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജവ്വാദ്. അൽ ജവ്വാദ് എന്ന് പറഞ്ഞാൽ ഖീല അൽ മുഖ്താലുൽ ലഖ്മു, പൊങ്ങച്ചക്കാരനായ അഹങ്കാരിയായ മനുഷ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, അൽ ജവ്വാദ്, അൽ ജവ്വാദ് എന്ന് പറഞ്ഞാൽ ഖീല അൽ മുഖ്താലുൽ ലഖ്മു, അഹങ്കാരിയായ പൊങ്ങച്ചക്കാരനായ പരുഷനായ, അതുപോലെ തന്നെ വലിയ ഒച്ചയിടുന്ന, അഹങ്കാരത്തോടുകൂടി നടക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വഖീല, അതുപോലെ ഈ വാക്കിനെ വിശദീകരിക്കപ്പെട്ടു അൽ ഖസീറുൽ ബതീൻ, കുറുന്നിട്ടുള്ള, നല്ല തടിച്ച് വയറൊക്കെ ചാടിയിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾക്കും അൽ ജവ്വാൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ തടിയും വണ്ണവും പൊക്കവും ആ വയറും ഒക്കെ അഹങ്കാരത്തിൻ്റെ പ്രതീകമായി അങ്ങനെ ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്ന ആളുകൾ എന്നാണ് അർത്ഥം. അൽ ഖസീർ എന്ന് പറഞ്ഞാൽ കുറിയ ആൾ എന്നാണ് അർത്ഥം. അൽ ബത്തീൻ എന്ന് പറഞ്ഞാൽ വയറൻ, തടിച്ച ആൾ, വയറ് ചാടിയ ആൾ എന്നാണ് അതിൻ്റെ വാക്കർത്ഥം. അത് പറയാനുള്ള കാരണം ഈ പറഞ്ഞ രൂപത്തിൽ നല്ല തടിയും വണ്ണവും പൊക്കവും നല്ല ശരീരവും ഒക്കെ ആയിട്ട് അത് അഹങ്കാരത്തോടുകൂടി വിനിയോഗിക്കുന്ന, അതല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടി നടക്കുന്ന ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. വേറൊരു വിശദീകരണം കാണാം, അൽ ജമൂഉ അൽ മനൂഉ. അൽ ജമൂഉ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ ഒരുമിച്ച് കൂട്ടുക, കിട്ടുന്നതൊക്കെ വാങ്ങി വെക്കുക, എന്നാൽ കൊടുക്കുകയുമില്ല. എന്നാൽ ചിലവഴിക്കേണ്ട സ്ഥലത്ത് നിർബന്ധമായിട്ടാവട്ടെ, മുസ്തഹബായിട്ട് സുന്നത്തായിട്ടാവട്ടെ ഒന്നും കൊടുക്കാതെ, കൈവിട്ട് കൊടുക്കാതെ അങ്ങനെയെല്ലാം വാരിക്കൂട്ടി പിശുക്കോടുകൂടി ജീവിക്കുന്ന ആൾ എന്നും അതിനർത്ഥമുണ്ട്. അഥവാ ദുനിയാവിൽ മുഖം കുത്തി വീഴുന്ന ആൾ, ഈ പറഞ്ഞ അൽ ഖസീറുൽ ബത്തീൻ, അതൊക്കെ അതിന് അനുയോജ്യമായ അർത്ഥമാണ്. കുറുന്ന തടിച്ചിട്ടുള്ള വയറുള്ള ആളെന്ന് പറഞ്ഞാൽ തിന്ന് കൊഴുത്ത് ദുനിയാവിൽ മുഖം കുത്തി അങ്ങനെ അതിൻ്റെ പിന്നാലെ ജീവിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ, അത് അവർ അഹങ്കാരത്തോടുകൂടി അവരുടെ ഈ ശരീരവും ഈ നടത്തവും ഒക്കെയായി ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ആളുകൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അൽ ജവ്വാദ് എന്നതിൻ്റെ അർത്ഥം. വബതറുൽ ഹഖ്, നേരത്തെ വന്ന ഹദീസിൽ ബതറുൽ ഹഖ് എന്ന് പറഞ്ഞു. ബതറുൽ ഹഖ് എന്ന് പറഞ്ഞാൽ റദ്ദുഹു ഇദാ അതാക, ഒരു ഹക്കുമായി ഒരു സത്യവുമായി വന്നാൽ അതിനെ തള്ളിക്കളയുക. വഗംതുന്നാസ്, ഗംതുന്നാസ് എന്ന് പറഞ്ഞാൽ ഇഹ്തിഖാറുഹും വസ്ദിറാഉഹും, ജനങ്ങളെ നിസാരവൽക്കരിക്കുക, നിസാരരാക്കുക,
ഒന്നിനും കൊള്ളാത്തവരാക്കുക. ഇത് സഹോദരങ്ങളെ ഹദീസുകളിൽ വന്ന ചില പദങ്ങളെ ഷെയ്ഖ് വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ സിഫത്തുള്ള ഈ വിശേഷണങ്ങളുള്ള ആളുകൾ നരകത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കുല്ലു ഉതുല്ലിൻ ജവ്വാലിൻ മുസ്തക്ബിർ. എല്ലാ ഉതുൽ ആരാണെന്ന് നമ്മൾ പറഞ്ഞു. അൽ ജവ്വാൽ ആരാണെന്ന് പറഞ്ഞു. അൽ മുസ്തക്ബിർ എന്ന് പറഞ്ഞാൽ അല്ലദീ യതകബ്ബറു അലൽ ആഖരീൻ വയതആല അലൈഹിം. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. മറ്റുള്ളവർക്ക് മേൽ അഹങ്കാരം കാണിക്കുന്ന, മറ്റുള്ളവരെ നിന്ദ്യരാക്കി ഞാനാണ് മെച്ചപ്പെട്ടവൻ, ഞാനാണ് അവനേക്കാൾ നല്ലത് എന്ന ചിന്തയുമായി നടക്കുന്ന ആളുകൾ എന്നാണ് ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം. സഹോദരങ്ങളെ, ഇത് അങ്ങേയറ്റം അപകടമാണ് എന്ന് ആ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. എന്തുകൊണ്ടാണ്? ആ പറഞ്ഞ വിശേഷണങ്ങൾ നല്ലതായിട്ടാണോ നബി പറഞ്ഞത്? അല്ല. നരകക്കാരെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അതാണ് അവിടുത്തെ ചോദ്യം. നരകക്കാരെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേരുകൾ എടുത്തു പറഞ്ഞത്, അഥവാ ആ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞത്. ഈ വിശേഷണങ്ങൾ സഹോദരങ്ങളെ നമ്മിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ കിബിർ എന്ന, അഹങ്കാരമെന്ന തിന്മ വളരെ ഗുരുതരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 2 ഹദീസുകൾ കൂടി ഷെയ്ഖ് റഹിമഹുല്ലാ ആ ഭാഗത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. വലി അഹ്മദ വസഹഹഹു ഇബ്നു ഹിബ്ബാൻ മിൻ ഹദീസ് അബി സഈദ് റളിയല്ലാഹു അൻഹു റഫഅഹു. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അതുപോലെ ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ തവാളഅ ലില്ലാഹി ദറജതൻ റഫഅഹു അല്ലാഹു ബിഹാ ദറജതൻ ഹത്താ യജ്അലഹു ഫീ അഅലാ ഇല്ലിയീൻ. ആരാണോ അല്ലാഹുവിനു വേണ്ടി വിനയം കാണിച്ചത്, അല്ലാഹു തആല അയാളുടെ പദവി ഉയർത്തിക്കൊടുക്കും. ഏതുവരെ? അല്ലാഹു പുണ്യവാന്മാരുടെ, ഏറ്റവും ഉയർന്ന പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല അയാളെ രേഖപ്പെടുത്തും. വമൻ തകബ്ബറ അലല്ലാഹി ദറജതൻ, ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ വളഅഹു അല്ലാഹു ബിഹാ ദറജതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ഇകഴ്ത്തുന്നതാണ്. ഹത്താ യജഅലഹു ഫി അസ്ഫലി സാഫിലിൻ, എത്രത്തോളം? അയാൾ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് അയാൾ എത്തും. സഹോദരങ്ങളെ, അള്ളാഹുവിനു വേണ്ടി വിനയം കാണിക്കുക എന്നത് 2 രൂപത്തിലാണ്. ഒന്ന് അള്ളാഹുവിനു വേണ്ടി, രണ്ടാമത്തത് ആളുകളെ കാണിക്കാൻ വേണ്ടി. എല്ലാ വിനയവും റബ്ബിനു വേണ്ടി ആയിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ വിനയം, നമ്മുടെ നല്ല സ്വഭാവം, നമ്മുടെ നല്ല പെരുമാറ്റം. അതല്ലാതെ ആളുകളെ കാണിക്കാൻ വേണ്ടി ആവരുത്, അതല്ലെങ്കിൽ ആളുകളുടെ ഷർറ് ഭയന്നുകൊണ്ട് അങ്ങനെ ആവരുത്. എങ്കിൽ അള്ളാഹു തആല നമ്മുടെ പദവി ഉയർത്തുമെന്നാണ്. നേരെ തിരിച്ചാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പദവികൾ ഇകഴ്ത്തും, നിന്ദ്യരാക്കും. നേരത്തെ നമ്മൾ ആയത്തിൽ കേട്ടില്ലേ, അള്ളാഹു തആല നിന്ദ്യരാക്കും, കൽബിന് സീല് വെക്കും, മുദ്ര വെക്കും. അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു അത്തരം ആളുകൾക്ക് മോശമായ സങ്കേതമാണ് താക്കീത് ചെയ്തിട്ടുള്ളത്. മറ്റൊരു ഹദീസ്, വലി തബറാനി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റഫഅഹു. ഇമാം തബറാനി അദ്ദേഹം ഉദ്ധരിക്കുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വൽ കിബ്ര, നിങ്ങൾ കിബ്റിനെ സൂക്ഷിക്കുക. ഫഇന്നൽ കിബ്ര യകൂനു ഫിർ റജുലി വഇന്ന അലൈഹിൽ അബാഅ. കിബ്ർ എന്നത് ഒരാളിൽ ഉണ്ടാകും. അയാളുടെ അവസ്ഥ എന്താണ്? വഇന്ന അലൈഹിൽ അബാഅ, അയാളുടെ അടുക്കൽ ഒന്നുമില്ല, ദരിദ്രനാണ്. അഥവാ അയാളൊരു സാധാരണ വില കുറഞ്ഞ ഒരു വസ്ത്രം ധരിച്ച ഒരാളാണ്. അൽ അബാഅ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അഥവാ ഒന്നുമില്ലാത്ത ദരിദ്രനായ ഫഖീറായ ഒരാൾ അഹങ്കാരം കാണിക്കുക എന്നത് വളരെ ഗുരുതരമാണ് എന്നതാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഉണ്ടാവുക പൈസ ഉള്ള ആളുകളുടെ അടുത്തും പണക്കാരുടെ അടുക്കലും കഴിവുള്ള ആളുകളുടെ അടുക്കൽ മാത്രമല്ല, ദരിദ്രരായ ഒന്നുമില്ലാത്ത ആളുകളുടെ അടുക്കലും അഹങ്കാരം ഉണ്ടാകും.
അത്തരം അഹങ്കാരം ഉണ്ടാവുന്ന ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹു തആല അത്തരം ആളുകളെ ഖിയാമത്ത് നാളിൽ നോക്കുകയില്ല, കാരുണ്യത്തിൻ്റെ നോട്ടം അവർക്ക് കിട്ടുകയില്ല. സഹോദരങ്ങളെ, മൊത്തത്തിൽ ഏതൊരു അവസ്ഥയിലാവട്ടെ കിബിർ എന്നത്, അഹങ്കാരം എന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് ഹൃദയത്തിന് ബാധിക്കുന്ന രോഗമാണ്, കളങ്കമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വൻപാപങ്ങളിൽപ്പെട്ട ഗുരുതരമായ പാപമാണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു മരണം വരെ അവന് വിനയം കാണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.